പൊട്ടക്കിണറ്റിലെ തവര. ഒരിടത്ത് ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ പൊട്ടക്കിണറ്റിൽ കുറേ തവളകളും ഉണ്ടായിരുന്നു. അതിലൊരു വലിയ തവളയ്ക്ക് അവിടെയുള്ള മറ്റു തവളകളെക്കാൾ ഇത്തിരി കാര്യങ്ങൾ കൂടുതൽ അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു തവളകൾ ആ വലിയ തവളയ്ക്ക് ബഹുമാനം കൊടുത്തിരുന്നു. എന്നാൽ ബഹുമാനം കിട്ടി താനൊരു രാജാവാണെന്ന അഹംഭാവം ആ വലിയ തവളയിൽ ഉടലെടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പുഴയിലെ തവള വഴിതെറ്റി ആ പൊട്ടക്കിണറ്റിലെത്തി. പുതിയ തവളയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ അഹംഭാവിയായ ആ വലിയ തവള ചാടിയെത്തി. എന്നിട്ട് പരിചയപ്പെടുകയും താമസസ്ഥലം ചോദിച്ചപ്പോൾ പുഴയിലാണെന്നും കേട്ടപ്പോൾ നമ്മുടെ അഹംഭാവി തവളയ്ക്ക് പുഴ എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും ആ ഭാവം പുറത്തു കാണിക്കാതെ വഴിതെറ്റി വന്ന തവളെ കളിയാക്കാൻ വേണ്ടി വലിയ തവള ആ പൊട്ടക്കിണറ്റിന്റെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റത്തേക്ക് ചാടിയിട്ട് പുതിയ തവളയോട് പറഞ്ഞു, ഇത്രയും ദൂരം ചാടാൻ ഈ കിണറ്റിൽ എനിക്ക് മാത്രമേ പറ്റൂ. നിന്റെ പുഴയ്ക്ക് ഇത്രയും നീളമൊന്നുമില്ലല്ലോ എന്നും ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പുതിയ തവളയ്ക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. പെട്ടുപോയല്ലോ. അതുകൊണ്ട് ആ തവള പറഞ്ഞു, ഇത്രയും വരില്ല എന്ന്. ഈ കഥയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. 1. ഈ കഥയിലെ വലിയ തവളയെപ്പോലെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കുറെ ആളുകളുണ്ട്. അവർ കാണുന്നത് മാത്രമാണ് ലോകമെന്ന് വിശ്വസിക്കുന്നവർ. അവരുടെ ചുറ്റും അവർ തന്നെ ഒരു കാണാമറ കെട്ടി ജീവിക്കുന്നു. അവർ ജീവിക്കുന്ന സാഹചര്യമാണ് ലോകമെന്ന് വിശ്വസിക്കുന്നവർ. നമ്മൾ അവരുടെ അടുത്തെങ്ങാണം പട്ടുപോയാൽ നമ്മുടെ വഴിതെറ്റി വന്ന തവളയെപ്പോലെ ബുദ്ധിപൂർവ്വം സാഹചര്യം കൈകാര്യം ചെയ്യുക. തർക്കിച്ച് സമയം കളയാൻ നിൽക്കാതെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇനി അടുത്ത കഥയുമായി കാണാം.